ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഞങ്ങളുടെ ഇടവക പള്ളിയിലെ പെരുന്നാൾ ആഘോഷിക്കാൻ പോവാണ്. അങ്ങനെ സഗതായിക്ക് നേർച്ച കൊടുക്കാൻ വേണ്ടി വച്ചിരുന്നൊരു പൂവനെ തന്നെ എടുത്ത് അങ്ങനെ പള്ളിയിൽ ഞങ്ങൾ നേർച്ച കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇല്ല പറക്കത്തില്ല. അങ്ങനെ ശിവൻകുട്ട അതിൻ്റെ അടുത്തൊന്നും മാറുന്നില്ല കേട്ടോ. ഇതേ ഞാൻ എടുത്തോട്ടെ അമ്മേ, ഞാൻ തൊട്ടോട്ടെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറവേ തന്നെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവനെ സഞ്ചിയിലൊക്കെ ആക്കി പള്ളിയിൽ നേർച്ച കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ നിന്ന് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോവുക. അങ്ങനെ ഞാൻ നേർച്ചക്കോഴിയും കൊണ്ട് പള്ളിയിലേക്ക് കൊടുക്കാൻ പോവാണ്. ശിവൻകുട്ടൻ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പുറവേ നിൽക്കുക. പൂവൻ കോഴിയെ കൊടുക്കാൻ ഞാനും വരുന്നമ്മേ എന്നും പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ പള്ളിയിൽ കൊടുക്കാൻ പോവാണ്. പള്ളിയിൽ ചെന്നപ്പോൾ നമ്മുടെ വൈകിട്ടത്തെ റാസയ്ക്ക് വേണ്ടി മാറുംകളി ടീമുകൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ എനിക്ക് ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു പോസ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുക. നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ട് വൈകുന്നേരം മാറും കളിക്കാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. തിരിച്ച് താഴെ ഇറങ്ങി വന്നപ്പോഴത്തേന് നമ്മുടെ ചേട്ടന്മാരെല്ലാം സഗതായുടെ പ്ലോട്ടെല്ലാം അലങ്കരിച്ച് വൈകിട്ടത്തേക്കുള്ള പെരുന്നാൾ റാസയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നിട്ടാണ്. ഇങ്ങനെ വൈകുന്നേരമായി ഞങ്ങളങ്ങനെ പെരുന്നാൾ കൂടാൻ വേണ്ടി പള്ളിയിലേക്ക് പോവാണ്. അവിടെ ചെന്നപ്പം സഗതാ താണ്ടമ്മേ എന്നും പറഞ്ഞ് ശിവൻകുട്ടൻ പ്രാർത്ഥിക്കാൻ വേണ്ടി സഗതാരുടെ അടുത്ത് ഓടിപ്പോയി. ഇവരെ സദായെ കാത്തോളണേ എന്നും പറഞ്ഞ് ഉറക്കം വിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. ബാൻഡ് സെറ്റും എല്ലാമായിട്ട് ആഘോഷമായ റാസ് തന്നെയാണ് നടന്നത്. നിറച്ചും പാട്ടും ഡാൻസും അങ്ങനെ ഈ വർഷത്തെ റാസ് നല്ല ഗംഭീരമായിട്ട് നല്ല ആഘോഷത്തോടെ നടന്നു. അഞ്ചുമേളവും ചെണ്ടമേളവും എല്ലാമായിട്ട് അടിപൊളിയായിട്ട് അവിടെ മാറുംകളി ടീമുകളൊക്കെ മാറുംകളിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായി അടിച്ചു പൊളിച്ച് അവർ നല്ല ആവേശഭരിതരായിട്ടാണ് അവിടെ തൊട്ട് ഇവിടന്മാരെ കളിച്ചാണ് അവർ വന്നത്. ഇവിടെ എത്തിയിട്ടും ആ എനർജിയൊന്നും കുറയാതെ നല്ല രീതിയിൽ കളിച്ച് അങ്ങനെ ഞങ്ങൾ സഗതായ്ക്ക് മെഴുകുതിരിയൊക്കെ കത്തിച്ച് സഗതായോടൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ ഈ വർഷത്തെ ഞങ്ങളുടെ റാസ് ഞങ്ങൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചിരിക്കുകയാണ്. ഇതാണ് ചെമ്പടുപ്പ് നേർച്ച. ചെമ്പിനകത്ത് സഗതായ്ക്കുള്ള നേർച്ചകളെല്ലാം കളക്ട് ചെയ്ത് ചെമ്പും കൊണ്ടുവരുന്നതാണത്. അങ്ങനെ പിറ്റേന്ന് ഭക്തി നിർഭരമായ പെരുന്നാൾ കുർബാനയോടുകൂടി ഞങ്ങളുടെ ഈ വർഷത്തെ പെരുന്നാൾ സമാപിച്ചിരിക്കുകയാണ്.